ഗാസയിലെ ഒരു സുപ്രധാന ഹമാസ് നേതാവിനെ ഇസ്രായേൽ വകവരുത്തിയിരിക്കുന്നു. റാഹി മുഷ്താഖ് എന്ന ഈ നേതാവാണ് ഗാസയിൽ ഹമാസിന് വേണ്ടി ഭരണം നടത്തിയത്. ആ ഭരണത്തലവനെയാണ് ഇസ്രായേൽ വകവരുത്തിയിരിക്കുന്നത്. 3 മാസം മുമ്പാണ് ഇയാൾ കൊല്ലപ്പെട്ടത് എന്നാണ് IDF വ്യക്തമാക്കുന്നത്. അതോടൊപ്പം ഇസ്രായേലിൻ്റെ സെക്യൂരിറ്റി അതോറിറ്റിയും ഇയാളുടെ മരണം സ്ഥിരീകരിക്കുന്നു. വളരെ സുപ്രധാനമായ ഒരു നേതാവിനെ നഷ്ടപ്പെട്ടിട്ടും ഹമാസ് ഈ കാര്യം നേരത്തെ തുറന്നു പറയാൻ വിസമ്മതിച്ചിരുന്നു. ഇതിന് കാരണം അവർക്ക് മാനസികമായ ധൈര്യം ചോർന്നു പോകും എന്ന് ഭയന്നാകണം എന്നും ഇസ്രായേൽ വ്യക്തമാക്കുന്നു. ഏതായാലും ഹമാസ് നേതാവ് യാഹ്യ സിൻവാറിൻ്റെ വളരെ അടുത്ത അനുയായിയാണ് ഈ കൊല്ലപ്പെട്ട റാഹി മുഷ്താഖ്. ഇരുവരും ഒരുമിച്ച് ജയിലിൽ കിടന്നിട്ടുണ്ട്. മാത്രവുമല്ല, ഈ ഹമാസ് സ്ഥാപകനായ സിൻവാറിന് വേണ്ടി ഏറ്റവും അടുത്ത അനുയായിയായി പ്രവർത്തിച്ചിട്ടുള്ളതും റാഹി മുഷ്താഖാണ്. അത്തരം ഒരാൾ നഷ്ടപ്പെടുന്നത് ഹമാസിന് വലിയ തിരിച്ചടിയാകും. ഇതുകൂടാതെ മറ്റ് 2 സുപ്രധാന നേതാക്കൾ കൂടി ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത്. അത് സമേഹ് അൽ സിറാജും അതുപോലെ സാമി ഔത്തുമാണ്. ഇവർ രണ്ടുപേരും അവിടെ ഭരണകാര്യങ്ങളിൽ അവരുടേതായ പങ്കുവഹിച്ചവരാണ് എന്നും ഇസ്രായേൽ വ്യക്തമാക്കുന്നു. അപ്പോൾ ഈ 3 സുപ്രധാന നേതാക്കളുടെ മരണം എങ്ങനെയാണ് ഹമാസിനെ ബാധിക്കുക എന്നാണ് ഇനി വരും ദിവസങ്ങളിൽ നോക്കിക്കാണേണ്ടത്.